അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ ആലിഹി വസഹബിഹി വസല്ലം. ബഹുമാന്യനായ ഡോക്ടർ നഹാസ് മാള, 3Fലെ സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, നമ്മുടെ ഫാമിലി മീറ്റ് നാം വീണ്ടും കൂടുകയാണ്. അൽഹംദുലില്ലാ. കുറച്ച് കാലങ്ങളായി 3Fൻ്റെ ഫാമിലി മീറ്റ് മുടങ്ങിക്കിടക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഫ്രീക്വൻസി അത്രയധികം ഉണ്ടായിരുന്നില്ല. അത് നികത്താൻ ഫോറം തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി റമദാനിന് തൊട്ട് മുമ്പ് നമ്മളൊരു മീറ്റിംഗ് നടത്തി. അതിനുശേഷം രണ്ടാമത്തെ മീറ്റിംഗാണ് പുതിയ ജനറൽ സെക്രട്ടറി അർഷദ് ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം. റാഷിദ് ഗസാലി സാഹിബ് ആബാദ് പ്ലാസയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ എത്തുന്നവരെ എനിക്ക് സമയമുണ്ട്. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് നിങ്ങൾ തന്നെ സഹിച്ചേ പറ്റുള്ളൂ. വളരെ കാലികമായ 2 വിഷയങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. അതിനായി നമുക്ക് പ്രഗത്ഭരായ 2 യുവ പണ്ഡിതന്മാരും ഇവിടെയുണ്ട്. വിഷയത്തെക്കുറിച്ചോ അവരെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. അവർ രണ്ടാളെയും ഇവിടെ വിശദമായി പരിചയപ്പെടുത്തും. വിഷയത്തിലേക്ക് കടക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അർഷദ് ആവശ്യപ്പെട്ട പ്രകാരം കുറച്ച് പുതിയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് എന്ന ധാരണയിൽ ഫോറത്തെക്കുറിച്ച് ഒന്നുകൂടി പരിചയപ്പെടുത്താൻ. പണ്ട് ഖുർആൻ പറയുന്ന മാതിരി തദിക്കിറത്തൻ ഓർമ്മിപ്പിക്കൊണ്ടിരിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ് ഫോറത്തിനെ കുറിച്ചിട്ട്. അതോടുകൂടി ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള ഇതിൻ്റെ ഒരു കാലിക പ്രസക്തി ഒന്നുകൂടി പരാമർശിക്കുക, അത് ഉദ്ദേശിക്കുന്നുള്ളൂ. 2 പ്രാസംഗികരും അവർ മതപണ്ഡിതർ എന്ന നിലയേക്കാളും സമൂഹത്തിൽ വേറെ പല നിലയിലും ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന യുവ പ്രതിഭകളാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിശേഷം. ഞാൻ പറഞ്ഞ മാതിരി വിശദമായി അവരെ പരിചയപ്പെടുത്തും. ഇന്ന് കുറച്ച് ചെറുപ്പക്കാരൻ കൂടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇതിലധികം പേരുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഈ ചെറുപ്പക്കാർ ഇതിനൊക്കെ വന്നു കിട്ടാൻ മഹാപ്രയാസമാണ്. എങ്ങനെയാണ് അമ്മ പഠിച്ച പണിയും പലതും നോക്കിയിട്ടും ഫലിക്കുന്നില്ല. ചെറുപ്പക്കാരുടെ ഡോക്ടർ സഹീറുണ്ട്, ആഷിമുണ്ട്. ആഷിം ഞാൻ ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ച ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ ആഷിം ചെറുപ്പക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഞാനും കൂടി ചെറുപ്പമാവല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ 3Fൻ്റെ പേര് സൂചിക്കുന്ന പോലെ 2 അടിസ്ഥാന കാര്യങ്ങളിൽ ഊന്നിയിട്ടാണ് ഫോറം പ്രവർത്തിക്കുന്നത്. ഒന്ന് ഫെയ്ത്ത്, മറ്റേത് ഫ്രറ്റേണിറ്റി. കഴിഞ്ഞ 25 കൊല്ലത്തെ പ്രവർത്തനം ഈ 2 വിഷയത്തിൽ ഊന്നി മാത്രമായിരുന്നു പ്രധാനമായും. ഫോറം നടത്തിയ 100 കണക്കിന് കുടുംബയോഗങ്ങളും ചർച്ചകളുമൊക്കെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ അത് ദൃഢപ്പെടുത്താനും അതിൽ ഊന്നി ജീവിക്കാനുമുള്ള സ്റ്റഡി ക്ലാസ്സുകളായിരുന്നു അധികം. അതേപോലെ ഫോറം ഏറ്റെടുത്ത് നടത്തിയ മറ്റ് പ്രവർത്തനങ്ങൾ, ദിസ് ഈസ് ഇസ്ലാം എന്ന ബുക്ക്, ഇങ്ങളെല്ലാം ഓർപ്പിക്കുകയാണ്. കൊല്ലം 25 കഴിഞ്ഞെങ്കിലും ഇതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അൽ ഹാർമണി മാഗസിൻ, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ ഇസ്ലാം എസ് ഐ നോ എന്ന എസ്സേ കോമ്പറ്റീഷൻ, നമ്മൾ മുൻകൈയെടുത്ത് രൂപം കൊണ്ട മുസ്ലിം സൗഹൃദവേദി, ഇവിടെ ഈയിടെ അടുത്ത് വളരെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയും ആശയോടും കൂടിയും ഉണ്ടായ CCC, കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോപ്പറേഷൻ, എല്ലാം തന്നെ സൗഹൃദം ഊട്ടിയുറപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഫെയ്ത്ത് ഒരു ഭാഗത്തും
അതോടൊപ്പം ഫ്രറ്റേണിറ്റി മറ്റേ ഭാഗത്തും. ഇങ്ങനെയാണ് നമ്മൾ പ്രവചിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ CF ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മുൻകൈയെടുത്ത് ചെയ്ത ഈ യൂത്ത് ഫോറം, അതും ഇൻഷാ അല്ലാഹ് ആയി വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കുറച്ചധികം പണിയെടുക്കണമെന്നേ ഉള്ളൂ. ഈ യുവ സമൂഹത്തെ രണ്ട് കാര്യങ്ങളാണ് അവർക്ക് താല്പര്യമില്ലാത്തത്. അവർക്ക് ഇൻഡിവിജ്വലിസ്റ്റാണ്. സൊസൈറ്റി ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞവർക്ക് മനസ്സിലാകാൻ അവർക്ക് കുറച്ച് പ്രയാസമുണ്ട്. എല്ലാവരും സ്വന്തം കൺഫൈൻ ടു ദംസെൽസാണ്. ദാറ്റ്സ് എ ചാലഞ്ച്. പിന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, അതിനങ്ങനെ ഒരു പ്രാധാന്യം വേണോ എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് നിലക്കും അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു ടാർഗറ്റാണ്. ഇൻഷാ അല്ലാഹ് അതിലും ഇനി അങ്ങോട്ട് പ്രവർത്തനം കുറച്ചും കൂടി ഊർജിതമാക്കണമെന്നുണ്ട്. ഇനി വിഷയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാശ്ചാത്തലം പറയുകയാണ്. ഇസ്ലാമിന് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ചിട്ട് പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. മറ്റ് മതങ്ങളെ അപേക്ഷിച്ച് രണ്ട് വ്യത്യസ്തതകളാണുള്ളത്. അത് ഒന്നാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇസ്ലാം മറ്റെല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. നമ്മുടെ മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രധാന കാര്യമാണ്. ഇറ്റ് ഈസ് എൻ ഇൻക്ലൂസീവ് റിലീജിയൻ. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് പ്രവാചകന്മാരെ എല്ലാം ഉൾക്കൊള്ളണം. അതിനു മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങളൊക്കെ അതിൻ്റെ തനതായ രൂപത്തിലാണെങ്കിൽ അത് ഉൾക്കൊള്ളണം. ഇത് അന്യമതങ്ങളുടെ പ്രവാചകരുടെയും ഗ്രന്ഥങ്ങളെയും സ്വന്തം വിശ്വാസത്തിൻ്റെ ഭാഗമാക്കിയ ഒരേ ഒരു മതം ഇസ്ലാമേ ഉള്ളൂ. നിർഭാഗ്യവശാൽ മറ്റ് മതങ്ങൾ അങ്ങനെയല്ല. ഉദാഹരണത്തിന് ക്രിസ്ത്യാനിറ്റിയിൽ പ്രവാചകൻ മുഹമ്മദിനെ അവർ അംഗീകരിക്കുകയില്ല എന്നല്ല മാത്രമല്ല, വളരെ മോശമായിട്ടാണ് പല ബൈബിൾ പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നത്. അതേമാതിരി തന്നെ ഹിന്ദുമതമൊക്കെ മറ്റ് പ്രവാചകന്മാരൊന്നും അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇതൊരു വലിയൊരു വ്യത്യാസമാണ് ഈ ഇൻക്ലൂസിവ്നെസ്. അത് പക്ഷേ നമ്മൾ മുസ്ലിങ്ങൾ എത്ര ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പ്രശ്നം. പ്രത്യേകിച്ച് ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ അത് ഉൾക്കൊള്ളേണ്ട വളരെ അത്യാവശ്യമാണ് എന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുത്തത്. രണ്ടാമത്തത്, ഇസ്ലാം ഒരു തത്വസംഹിത എന്ന നിലയിൽ മുരടിച്ച് പോയതല്ല. അത് ഒരു സ്റ്റാറ്റിക് അല്ല. ഇറ്റ്സ് എ വെരി ഡൈനാമിക് റിലീജിയൻ. ഏത് കാലഘട്ടത്തിലും ഏത് ചരിത്രഘട്ടങ്ങളിലും അത് പ്രസക്തമാണ്. ഇസ്ലാമിൻ്റെ തത്വസംഹിത പ്രസക്തമാണ് എന്നും ഒരു നല്ല മുസ്ലിമായി ജീവിക്കാൻ ഏത് പരിസ്ഥിതിയിലും കഴിയും എന്നും ഇസ്ലാമിൻ്റെ ചരിത്രം തെളിയിച്ചതാണ്. കാലകാലങ്ങളായി വന്ന പ്രശ്നങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക് അതാത് കാലത്തെ പണ്ഡിതന്മാർ അതിൽ മറുപടിയും പരിഹാരങ്ങളും നൽകിയിരുന്നു എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഉദാഹരണമായി പറയാം. ഉദാഹരണത്തിന് 18ഉം 19ഉം സെഞ്ച്വറീസ്, നൂറ്റാണ്ടുകളിൽ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ നമുക്കറിയാം ക്രിസ്ത്യാനിറ്റി അതുമായി യുദ്ധത്തിലായി. ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ സഭയിൽ നിന്നും പുറത്താക്കേണ്ടി വന്നു. പക്ഷേ ഇസ്ലാം എന്നെ ശാസ്ത്രവുമായൊരു സംഘടനമില്ല നമുക്കറിയാം. ഖുർആനോ ഹദീസോ സയൻസ് ടെക്സ്റ്റ് ബുക്കൊന്നുമല്ല, എന്നാലും തെളിയിക്കപ്പെട്ട ശാസ്ത്ര സത്യങ്ങളുമായിട്ട് ഖുർആനൊരു സംഘടനമില്ല എന്നറിയാം. പിന്നെ ഒരു സാമ്പത്തിക ശാസ്ത്രം എടുത്തു നോക്കും. ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, അതൊക്കെ 20ാം നൂറ്റാണ്ടിൽ ആദ്യത്തിലൊക്കെ പൊങ്ങി വന്നപ്പോൾ അതിനും ഇസ്ലാമിനൊരു നിലപാടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പ്രത്യയശാസ്ത്രത്തിന് ഒരു നിലപാടുണ്ട്. അങ്ങനെയും തിരക്കേയുള്ള ഇങ്ങനെയും തിരക്കേയുള്ള എന്ന നിലപാടല്ലേ എല്ലാവരും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ഇസ്ലാമിനും മുസ്ലിമിനും എപ്പോഴും ആദ്യം മുതലേ പ്രവാചകൻ തുടങ്ങിയതെങ്ങനെ ഒരു നിലപാടുണ്ട്. സോഷ്യൽ ഇഷ്യൂസ് ആണെങ്കിലും അത് തന്നെ. ഇപ്പോൾ ലിബറലിസം എന്ന് നമ്മളെല്ലാം കാണുന്നതാണ്. മറ്റു മതങ്ങളൊന്നും
അതിനെപ്പറ്റി അധികം വ്യാകുലപ്പെടാറില്ല, അവരെഴുതാറില്ല, പറയാറില്ല. ഞാൻ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനകളുടെ മാഗസീനിലോ അവരുടെ ഒരു മീറ്റിങ്ങിലോ ലിബറലിസത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മൾ മുസ്ലിങ്ങളാണ് അതിനെപ്പറ്റി മാവലാതിയൊക്കെ ഉള്ളത്. കാരണം നമുക്കൊരു നിലപാടുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രത്യേകമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ വിഷയങ്ങൾ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ ജീവിക്കുന്നു, അതാണ് ഗസാലി സാഹിബ് പറയാൻ പോകുന്നത്. നമ്മുടെ ന്യൂനപക്ഷമായി ജീവിക്കുമ്പോൾ നാം ഭയപ്പെടുകയോ ഇസ്ലാമിനെ ഒരു ഇൻഫീരിയോറിറ്റി, ഒരു മുസ്ലിം ആയതുകൊണ്ട് ഇൻഫീരിയോറിറ്റിയായി കാണേണ്ട ഒരു കാര്യമില്ല. കാരണം ഇസ്ലാമിൻ്റെ ഡയനാമിസമാണ് അത്. ഏത് കാലഘട്ടത്തിൽ ഏത് സ്ഥിതിയിലും നമുക്ക് ദീനിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ദീൻ കൊണ്ട് നടക്കാനുള്ള വകുപ്പുണ്ട്. ഒരു കോംപ്രമൈസുമില്ല. അതായത് ബേസിക് ബിലീഫ്സിൽ, അടിസ്ഥാന വിശ്വാസങ്ങളിൽ മാറ്റം വരുത്താൻ തന്നെ നമുക്ക് ഒരു പ്ലൂറലിസ്റ്റ് സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റും. പക്ഷേ അതേസമയം ഗസാലി സാഹിബ് എത്തിയതുണ്ട്. അദ്ദേഹത്തോട് ആദ്യം തന്നെ ഒരു ക്ഷമാപണം ചെയ്യണം. അദ്ദേഹം ഈ സംഘാടകർക്ക് എപ്പോഴും ആകാംക്ഷയാണല്ലോ. അപ്പോൾ ഈ പ്രാസംഗികർ എത്തുമോ എന്നുള്ളൊരു വിഷമമാണ്. അപ്പോൾ പ്രാസംഗികന്മാർക്ക് ചിലപ്പോൾ അതറിയില്ല. ഞാൻ അദ്ദേഹത്തെ രാവിലെ 5:30 മണിക്ക് ഉണർത്തി. അദ്ദേഹത്തിന് ഞാൻ രാത്രി നേരത്തെ ഉറങ്ങിയതുകൊണ്ട് വാട്സപ്പ് മെസ്സേജ് ഒന്നും കണ്ടിട്ടില്ല. അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് 9:30 മണിക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചിരുന്നു. ഞാനത് കാണാണ്ട്. അത് അദ്ദേഹത്തെ മാതിരി റൂളർ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഉമർ ഖത്താബിനെ നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സെൻസ് ഓഫ് ജസ്റ്റിസ്, അനീതി ഒരു കണക്കിനും ഉറപ്പിക്കുന്നതിൽ നിന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ഇസ്ലാമിക വിരോധിയോട് പോലും അദ്ദേഹം നീതി പുലർത്തിയിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കഥയാണെങ്കിലോ, ദ മോസ്റ്റ് ഹംബിൾ പേഴ്സൺ, ഇത്രയും വലിയൊരു മനുഷ്യൻ, വലിയ പൈസക്കാരായിരുന്നു. അദ്ദേഹത്തെ പറയുന്നത് അദ്ദേഹത്തിന് 1000 ഒട്ടകളുള്ള കാരവൻ, ഹൈബ്രിഡ് ഒട്ടങ്ങളുള്ള കാരവൻ സ്വന്തമായിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഒരു 10 ട്രാൻസ്പോർട്ട് കമ്പനി ഇന്ത്യയിൽ കൂട്ടിയാൽ 1000 ട്രക്കുകൾ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ, ഈ ലീവ്ഡ് ആസ് മോസ്റ്റ് ഹംബിൾ പേഴ്സൺ. അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ ഖുർആൻ വായിക്കുകയായിരുന്നാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ കൊന്നതെന്നാണ് പറയുന്നത്. ഇനി അലി റളിയല്ലാഹുവിലേക്ക് വരികയാണെങ്കിൽ, he was one of the most intellectual ever world as intellectual ruler. He was a genius എന്നാണ് പറയുന്നത്. എഴുത്തുകാരൻ, പണ്ഡിതൻ, ഫിലോസഫർ. അപ്പോൾ നമ്മളുടെ ഈ 50 കൊല്ലത്തെ ഭരണം ഇവരുടെ ഈ ബോധമാണ്, ഈ വാല്യൂസാണ് അവരാക്കിയത്. അപ്പോൾ നാം ഇവർക്കെല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടായിരുന്ന ഈ സെൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി, എന്ത് ചെയ്താലും ഒരു ദിവസം ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്ന ഒരു ബോധം. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ധാർമ്മിക ബോധവും ഈ സെൻസ് ഓഫ് ജസ്റ്റിസും ഈ സെൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഏത് വെല്ലുവിളിയും നമുക്ക് നേരിടാൻ പറ്റും. അത് നമ്മളെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഫോറം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം. ഞാൻ നിർത്തുകയാണ്, ഇനി ദീർഘിപ്പിക്കുന്നില്ല.